കായിക വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണയും സൂപ്പർ പോരാട്ടങ്ങളായിരിക്കും. റയൽ മാഡ്രിഡിന് മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും എതിരാളികളായി എത്തും. PSG ലീഗ് മത്സരങ്ങൾ കഠിനമായിരിക്കും. എതിരാളികളായി ബാഴ്സയും ബയേണും അടക്കം വമ്പന്മാരാണ്. ചാമ്പ്യൻസ് ലീഗ് തുടക്കമാവുക ഒക്ടോബർ 16-നും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയ്മോൻ ജോസ് പറഞ്ഞു തരും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന്. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കായിക ലോകത്തെ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് സേതു. കാൽപന്ത് ആരാധകർക്ക് തന്നെ ഏറെ ആവേശത്തോടെ കാത്തിരുന്നൊരു പ്രഖ്യാപനമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. അതായത് യുവേഫ ഈ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരക്രമമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെയായാലും ആരാധകർക്ക് ഇരട്ടി മധുരം എന്നോണം സൂപ്പർ പോരാട്ടങ്ങളുടെ ഒരു വൻ നിര തന്നെയാണ് ഈ സീസണിൽ കാത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സീസൺ മുതൽ ആരംഭിച്ച ഒരു 36 ടീമുകൾ മാറ്റിയിരിക്കുന്ന ഒരു ടൂർണമെൻ്റായിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് ചാമ്പ്യൻസ് ലീഗിനെ പരിഷ്കരിച്ചത്. അതിൽ തന്നെയായാലും ഇക്കുറി ഒരു 6 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഈ സീസണിൽ മത്സരിക്കും എന്നുള്ളത് ഒരു ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതിൽ തന്നെയായാലും സൂപ്പർ പോരാട്ടങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ PSG, അതായത് നിലവിലെ ചാമ്പ്യന്മാരായ PSG-ക്ക് ലീഗ് മത്സരങ്ങൾ വൻ കഠിനമേറിയതായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ ഈ നറുക്കെടുപ്പിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് ജർമ്മൻ വമ്പന്മാരായ ബയൺ മുണിക്കും അതുപോലെ തന്നെ സ്പാനിഷ് കാറ്റലോണിയൻ കരുത്തരായ ബാഴ്സലോണ ഉൾപ്പെടെയുള്ള വമ്പന്മാരാണ് PSG-ക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടേണ്ടി വരിക. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ റയൽ മാഡ്രിഡിനും ഈ സീസണിൽ വാശിയേറിയ പോരാട്ടമാണ് കാത്തിരിക്കുന്നത്. അതിൽ തന്നെയായാലും റയൽ മാഡ്രിഡ് ചിരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റി ഇക്കുറിയും റയലിന് എതിരാളികളായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർപൂളും സീരിയയിലെ യുവൻറ്റസും റയൽ മാഡ്രിഡിനെതിരെ ബൂട്ടണിയും എന്നാണ് നമുക്ക് ഈ നറുക്കെടുപ്പിലൂടെ വ്യക്തമായത്. എങ്കിൽ തന്നെയായാലും ഇംഗ്ലീഷ് ലീഗിലെ വമ്പന്മാരും അതുപോലെ തന്നെ ലോകോത്തര ടൂർണമെൻറ്റുകളിലെ വമ്പന്മാർ അണിനിരക്കുന്ന പോരാട്ടത്തിൻ്റെയുള്ള കാത്തിരിപ്പിലാണ് ഈ ഫുട്ബോൾ ആരാധകർ എന്ന് നമുക്ക് കരുതേണ്ടിയുണ്ട് സേതു. എങ്കിൽ തന്നെയായാലും ഈ മത്സരങ്ങളെല്ലാം തന്നെയായാലും ആദ്യ ലീഗ് മത്സരങ്ങൾ സെപ്റ്റംബർ 16 മുതൽ 18 വരെയുള്ള സമയങ്ങൾ തുടങ്ങുമെന്നും സെപ്റ്റംബർ 30-ന് ഹംഗറിയിൽ ഹംഗറിയിൽ കലാശ പോരാട്ടം നടക്കുന്നതുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ. എങ്കിൽ തന്നെയായാലും വരും ദിവസങ്ങളിൽ ഈ ഫിക്സ്ചറും കിക്ക് ഓഫ് ടൈം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ യുവേഫ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയായാലും ഇനി അധികം നാളുകളില്ല. ലീഗ് മത്സരങ്ങൾക്കൊക്കെ ഉടനെ തുടക്കമാകും. ഫുട്ബോൾ ആരാധകരൊക്കെ നല്ല ആവേശത്തിലാണ്. കായിക രംഗത്ത് നല്ല വിശേഷങ്ങളൊക്കെയാണ്. പ്രിയപ്പെട്ട